ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തവരാണ് സംഘപരിവാറുകാരെന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ. മതാധിഷ്ഠിത ദേശീയതയ്ക്ക് എതിരായതുകൊണ്ടാണ് അവർ ഗാന്ധിയെ കൊന്നുകളഞ്ഞതെന്നും രാജ്യത്ത് ചാതുവർണ്ണയത്തിൽ അധിഷ്ഠിതമായ ഭരണഘടന തയ്യാറാക്കുന്നുവെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പ്രതികൂലകാരികൾ ഇത് ഏറ്റവും ഫലപ്രദമായിട്ട് നടത്തിയിട്ടാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്. ആ ഘാതകരാണ് ഇപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിട്ട് അവതരിപ്പിക്കാൻ സവാർക്കർ ഉൾപ്പെടെയുള്ളവരെയാണ് ഇപ്പോൾ BJPയും സംഘപരിവാർ വിഭാഗങ്ങളും അവതരിപ്പിക്കുന്നത്. ഗോഡ്സെയെ ദൈവമാക്കുന്നു, സവാർക്കറെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവാക്കുന്നു. ദേശീയ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തവരാണ്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശരിയല്ല. സാമ്രാജ്യത്വത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരാണ് ഈ വർഗീയവാദികൾ, RSS ഉൾപ്പെടെ. ഈ വർഗീയവാദികളുടെ പൂർണ്ണമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണിചേർക്കപ്പെട്ട മനുഷ്യ കൂട്ടായ്മ മഹാത്മാഗാന്ധിയെ കൊന്നത്. ഇപ്പോഴും മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്ത് എന്തിനു എന്നാണ് പാഠപുസ്തകത്തിലെ ചോദ്യം. പുതിയ ചരിത്രം, പഴയ ചരിത്രം വേണ്ട, ഗാന്ധി വധം വേണ്ട, കൊന്ന ഗോഡ്സെ വേണ്ട, പകരം മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിന്?